വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. തിമോത്തിയോസ് 2:11. ഈ വചനം വിശ്വാസ യോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. അപ്പൊ എന്താണ് അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ബൈബിൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിൽ അന്ധകാരമില്ല, അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അപ്പൊ ദൈവത്തിൽ അന്ധകാരമില്ല. നമ്മൾ ദൈവവിശ്വാസിയാണെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അന്ധകാരത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മിൽ പ്രകാശമില്ലെങ്കിൽ അതൊരു ഒരു നമ്മൾ വ്യാജം പറയുന്നവരാകും, നുണ പറയുന്നവരാകും. വെറുതെ അതുകൊണ്ടൊക്കെ തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എന്നെ അനുഗമിക്കുന്നത്, എൻ്റെ വചനം പഠിക്കുകയും എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അനുയായികളെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും യോഹന്നാൻ 2:3, നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ, അതായത് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാനവനെ അറിയുകയും എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. പള്ളിയിലൊക്കെ പോയി എല്ലാവിധ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവസാനം വചനമനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ അവൻ വ്യാജനാണ്, അവൻ വ്യാജ ക്രിസ്ത്യാനിയാണ്, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പഠിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. വചനം വായിക്കുക മാത്രമല്ല, വചനം ധ്യാനിക്കുക മാത്രമല്ല, വചനം അനുസരിച്ച് ഇഷ്ടത്തോടുകൂടെ വചനത്തിന് ഒരു നിധി കിട്ടിയവൻ്റെ പോലെയുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് വചനം ഇഷ്ടപ്പെട്ട്, കർത്താവെ എനിക്ക് അങ്ങയുടെ പ്രകാശം മതി, എനിക്ക് അന്ധകാരത്തിൻ്റെ രീതികൾ എനിക്ക് വേണ്ട, ഞാൻ അവ വെറുത്തുപേക്ഷിക്കുന്നു, അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന് പരിശീലനം ആവശ്യമാണ്. അപ്പൊ വചനം പഠിക്കണം, ധ്യാനിക്കണം, അതനുസരിച്ച് ജീവിക്കുവാനുള്ള ശ്രമം ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതിനുവേണ്ടിയുള്ള കൃപ നമ്മൾ കർത്താവിനോട് യാചിക്കണം. ക്രമേണ അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകും. അത് വചനം നമ്മുടെ ജീവിത ശൈലിയാകും.
വചനം നമ്മിലൂടെ ജീവിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നമ്മൾ പറയുന്നത് ജീവിക്കുന്ന വചനം. ആ വചനം ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ച് എത്താറില്ല. നമ്മൾ വചനം പഠിക്കുക, ധ്യാനിക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കുക, വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം, ഒരു പരിശീലനം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുക. ക്രമേണ നമ്മൾ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാകും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ദൈവസ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ വന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു നടന്ന വഴി എന്താണ്? ക്രിസ്തു സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ച് അവർക്കെല്ലാം രോഗശാന്തിയും അവർക്കെല്ലാം നന്മ ചെയ്ത് അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് ഒരു സഹായകനായി അവസാനം അവർക്ക് വേണ്ടി ബലിയാടാവുകയും ചെയ്ത ഒരു ജീവിത ശൈലി, എ ലൈഫ് ഓഫ് സാക്രിഫൈസ്, എ ലൈഫ് ഓഫ് സർവീസ്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, എല്ലാറ്റിനുമുപരി പിതാവിനെ സ്നേഹിച്ച് പിതാവിൽ നിന്ന് ശക്തി സംഭരിച്ച് അതിലൂടെ സമൂഹത്തിലെ എല്ലാവരെയും സ്നേഹിച്ച, എല്ലാവരുടെയും പാദങ്ങൾ കഴുകിയ ആ ഒരു ജീവിത ശൈലി, എളിമയുള്ളവനായി എല്ലാവരെക്കാളും ചെറുതായി ജീവിച്ച ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിലാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതുപോലുള്ള ഒരു ജീവിത ശൈലി, ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടി ഇരിക്കുന്നു. ലോകത്തിന് വെളിച്ചമായി ഒരു മെഴുകുതിരി കത്തിത്തീരുന്നത് പോലെ, അല്ലെങ്കിൽ അനേകം ഫലം പുറപ്പെടുവിക്കുവാൻ വിത്ത് അഴുകിത്തീരുന്നത് പോലെ നമ്മളും ഈ ലോകത്തിൽ സന്തോഷത്തോടെ ത്യാഗങ്ങൾ സഹിച്ച് കുരിശു വഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. വചനം വായിക്കുക, ധ്യാനിക്കുക, അതനുസരിച്ച് ജീവിക്കുവാനായി ശ്രമിക്കുക, ഇതിനെല്ലാം കർത്താവിൻ്റെ കൃപ യാചിക്കുക, എളിമപ്പെടുക. കർത്താവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾക്ക് ലോകത്തിന് പ്രകാശമാകുവാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിലൂടെ ലോകത്തിൽ വിസിബിളാകും. അപ്പോൾ അതിന് ക്രിസ്തു നടന്ന അതേ പാതയിൽ ഒരു ക്രിസ്തു മനോഭാവത്തോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് യോഹന്നാൻ 2:9 താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ആ എല്ലാ വചനവും 2 സെന്റൻസിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക.
അപ്പോൾ താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. സഹോദര സ്നേഹം ഇല്ലാതെ ദൈവസ്നേഹം ഇല്ല. വിശ്വാസിയാണെന്ന് പറയുകയും മറ്റുള്ളവരെ വിധിക്കുകയും ദ്വേഷിക്കുകയും കലഹപ്രിയരാവുകയും ഒക്കെ ചെയ്യുന്ന ക്രിസ്ത്യാനിയെ അല്ല. അവനിൽ ക്രിസ്തു വസിക്കുന്നില്ലെന്ന കാര്യം നമ്മൾ വ്യക്തമായി എടുക്കണം. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിസത്തിനോ അങ്ങനെ വലിയ എലക്ഷൻ അങ്ങനെ ഒന്നിനൊന്നും അവിടെ നിന്നും ഒരു 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 കാര്യമില്ല. അവിടെ ഒരു സ്ഥാനമില്ല. ഇപ്പം ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലൊക്കെ എലക്ഷൻ വരികയാണ്. സാധാരണ എലക്ഷൻ്റെ ദിവസം ഞാൻ പോകാറില്ല. കാരണം ക്രിസ്തു ഒരു എലക്ഷൻ നടത്താനൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ഒരു വകുപ്പ്, ഒരു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർ എപ്പോഴും പിന്നാമ്പുറത്തുള്ള സ്ഥാനങ്ങൾ, അതായത് സ്ഥാനമോഹികളായിരിക്കുകയില്ല. അപ്പോൾ ക്രിസ്തു കൂട്ടായ്മകളിൽ സ്ഥാനമോഹികളില്ലെങ്കിൽ അവിടെ പിന്നെ എലക്ഷനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? ഇല്ലേ? ഇപ്പോൾ ആർക്കും സ്ഥാനം വേണ്ട. അപ്പോൾ ഒരാളെ നാമനിർദ്ദേശം ചെയ്താൽ പോരെ? അവിടെയല്ലേ രാഷ്ട്രീയവും ക്രിസ്തു സഭയും തമ്മിലുള്ള വ്യത്യാസം വരേണ്ടത്. ഇവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തമ്മിൽ ഒച്ചമേളമൊക്കെ ഉണ്ടാക്കി തമ്മിൽ അവൻ ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മൾ വോട്ട് ക്യാൻവസ് ചെയ്യലും ബഹളവും ഞാൻ പോകാറില്ല. ഒരു ക്രിസ്തു മനോഭാവമുള്ളവർക്ക് സ്ഥാനമോഹങ്ങൾ ഉണ്ടാവുകയില്ല. അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥാനം ത്യജിക്കാൻ തയ്യാറാണ്. എനിക്ക് സ്ഥാനം വേണ്ട. ഓക്കെ. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. 2:15 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളോടോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ജഡത്തിൻ്റെ ദുരാശ, അമിത ജഡത്തിൻ്റെ ആശകൾ, ദുരാശകൾ അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിന് വസിക്കാൻ സാധിക്കുകയില്ല. കണ്ണുകളുടെ ദുരാശ ക്രമേണ ജഡത്തിൻ്റെ ദുരാശയായി മാറും. നിങ്ങളുടെ കണ്ണുകൾ പ്രകാശമുള്ളവയാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ അന്ധകാരമാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ ജഡം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും. അപ്പോൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, നേരത്തെ നമ്മൾ പറഞ്ഞു സ്ഥാനമാനങ്ങൾ, സമ്പന്നത, ലൗകിക സമ്പത്തുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ അഹന്ത നമ്മൾ പിടികൂടും. അപ്പോൾ അഹന്തയുള്ളിടത്ത്, എളിമയില്ലാത്തിടത്ത് ക്രിസ്തു ഉണ്ടാവുകയില്ല. ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്.
ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സമ്പത്ത് നശിച്ചു പോകും, ആരോഗ്യം നശിച്ചു പോകും, ജഡമോഹങ്ങൾ കുറെ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അഹന്ത, ജീവിതത്തിൽ പല വിധ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അഹന്തയും നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ അവൻ്റെ നന്മ അവനോടുകൂടെ എന്നും നിലനിൽക്കുന്നു. 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല. എൻ്റെ നുകം ഈ ലോകം തരുന്ന നുകം പോലെയല്ല, അവ ഭാരം കുറഞ്ഞവയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുവിൻ. എന്നിട്ട് നിങ്ങൾ ആ ലൈറ്റ്നെസ്, ആ ഒരു ആനന്ദത്തിൽ ജീവിക്കുവിൻ. വ്യാകുലതകളും നിരാശകളും പാപവും എല്ലാം, പാപത്തിൻ്റെ ഭാരവും എല്ലാം വെടിയും. നമ്മൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ വിശുദ്ധ പാദ്രെ പിയോയുടെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. അതിനകത്ത് ഈ ക്രിസ്തു മനോഭാവത്തിൽ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണമെങ്കിൽ പാദ്രെ പിയോ പറയുന്നത്, അടച്ചിട്ട മുറികൾക്കുള്ളിൽ പോലും പൊടിയുണ്ടാകും. അത് ക്ലീനിങ് ആവശ്യമാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് അടയ്ക്കാൻ സാധിച്ചാലും നമ്മളൊരു ക്രിസ്തുവിലൊരു കൺട്രോൾ ലൈഫാണ് നമ്മൾ നയിക്കുന്നതെങ്കിലും നമ്മുടെ ആത്മാവിൽ അശുദ്ധി ഉണ്ടാകും. കാരണം പാപമില്ലാത്തവൻ അവൻ മാത്രമാണ്. ബാക്കി എല്ലാവരിലും പാപം ചെറിയ തോതിലെങ്കിലും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പാദ്രെ പിയോ പറയുന്ന കാര്യം, ആഴ്ചയിൽ ഒരു കുമ്പസാരം നടത്തിയിരിക്കണം. ഞാൻ ഒരു തീ പിടിച്ച ക്രിസ്ത്യാനികളുടെ രീതിയാണ് പറയുന്നത്, തീ പിടിക്കാത്ത ക്രിസ്ത്യാനികളുടെ രീതിയല്ല പറയുന്നത്. ചതഞ്ഞ ഞാങ്ങണയല്ല ഞാൻ പറയും. ആഴ്ചയിൽ ഒരു കുമ്പസാരം. കുമ്പസാരത്തിനൊരു ഗുണം, എളിമയുണ്ടെങ്കിലേ, എളിമപ്പെട്ടാലേ നമുക്ക് യഥാർത്ഥ കുമ്പസാരം സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എളിമ ശീലിക്കും. ഞാൻ വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ പാപങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്തിനാണ്? പലപ്പോഴും സെയിം പാപങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എളിമ വേണം. I believe in Christ. I see Jesus Christ in the confessional. കുമ്പസാരക്കൂട്ടിൽ ഞാനൊരു പുരോഹിതനോടല്ല എൻ്റെ പാപങ്ങൾ ഞാൻ കുമ്പസാരിക്കുന്നത്, ഞാൻ കർത്താവിനോട് തന്നെയാണ് എൻ്റെ പാപങ്ങൾ കുമ്പസാരിക്കുന്നതെന്ന ഒരു ചിന്ത. ഞാൻ പാപിയാണ് എന്ന ബോധ്യം. ആഴ്ചയിലൊരു കുമ്പസാരം, വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള, പറ്റുമെങ്കിൽ ദിവസേന, അല്ലെങ്കിൽ പറ്റുമ്പോഴൊക്കെ ദിവ്യകാരുണ്യ സ്വീകരണം, വചനവായന, വചനധ്യാനം, മെഡിറ്റേഷൻ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ആത്മശോധന ഡെയിലി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ
നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ ക്രിസ്തു സ്നേഹം നമ്മളിൽ മുളപൊട്ടും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ആകുന്നത്. അതിനായിരിക്കും പറയുന്നത് ബോൺ അഗെയിൻ. യഥാർത്ഥ ക്രിസ്തു സ്നേഹം നമ്മളിൽ വസിക്കും. ക്രിസ്തു മനോഭാവം നമ്മളിൽ മുളപൊട്ടും. നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രകാശമായി മാറും. ഈ ഒരു തിരിച്ചറിവിലേക്കും കൂടുതൽ തീക്ഷ്ണമായ വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്കും കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. അതിനുള്ള ക്രിസ്തുവിൻ്റെ പടയാളി ആയി ജീവിക്കുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ ഒരു ധീരത നമുക്കുണ്ടാകട്ടെ. അതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ആമേൻ.